ഇത് കാരണമാണ് എൻ്റെ കോൺഫിഡൻസ് കുറച്ചെങ്കിലും ഒന്ന് ഹൈ ആയത്. ഉണ്ടാകുമായിരുന്നു. ഞാൻ മാസ്ക് ഇട്ടിട്ടൊക്കെയാണ് പുറത്ത് പോവില്ല. എനിക്കിപ്പോഴും പുറത്തുള്ള ഒരാൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ എൻ്റെ സ്കിൻ ആക്നി ട്രാൻസ്ഫോർമേഷൻ ജേണിയാണ് ഞാൻ പറയാൻ പോകുന്നത്. പറയാനുണ്ടെങ്കിൽ കുറേ ഉണ്ട്. ആൻഡ് എൻ്റെ അത്രയും സങ്കടത്തിൽ നിന്നും ഹാപ്പിയിലോട്ടുള്ള ഒരു ജേണി എന്ന് വേണ്ടിക്ക് പറയാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഞാൻ കുറേ കാലം എൻ്റെ ആക്നി പ്രോബ്ലം കൊണ്ട് ഞാൻ നല്ല രീതിയിൽ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനൊരു 7th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴാണ് എനിക്ക് ഫസ്റ്റ് ആദ്യമൊക്കെ പിമ്പിൾസ് ആയിരുന്നു, അങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങൾ വന്ന് പിന്നെ അത് സ്പ്രെഡായി നല്ലൊരു ആക്നി ആയിട്ട് മാറി. നല്ല രീതിയിൽ പിമ്പിൾസൊക്കെ വന്നു, കുറേ ആയി. ഒരു അലർജി തോന്നിക്കുന്ന രീതിയിൽ അത് സ്പ്രെഡായി ആക്നി. അപ്പം എന്നെ പഠിപ്പിച്ച സാറുമാരും ടീച്ചേഴ്സൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടാകും, എന്താ എൻ്റെ മുഖത്ത് വല്ല അലർജി പ്രോബ്ലം ഉണ്ടോ, അല്ലെങ്കിൽ ഇതെന്താണ് ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കുന്നില്ല എന്നൊക്കെ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് നെറ്റിയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്, ഈ ഒരു പോർഷനിൽ കുറച്ചായി വന്നു. പിന്നെ അത് സ്പ്രെഡായി ഇവിടെയൊക്കെ ഈ ഒരു സൈഡിലൊക്കെ വന്ന് പിന്നെ അത് ഫേസിൽ ഫുള്ള് സ്പ്രെഡായി. അപ്പോൾ പിന്നെ ആദ്യമൊക്കെ കുറച്ചുണ്ടായി. പിന്നെ അത് നല്ലോണം ആയപ്പോൾ എൻ്റെ കോൺഫിഡൻസിന് തന്നെ അത് ബാധിച്ചു. എന്നോട് കാണുന്നവരൊക്കെ ചോദിക്കാൻ തുടങ്ങി, എന്താ ഫുള്ള് മുഖത്ത് ഭയങ്കര ആക്നി, എന്തെങ്കിലും അലർജി പ്രോബ്ലം ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ കുറേ പേര് എന്നോട് ചോദിക്കാൻ തുടങ്ങി. പിന്നെ കുറേ കാലം മാസ്ക് ഇട്ടിട്ടൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ ഒരു കോൺഫിഡൻസ് ലെവലിൽ തന്നെ അത് ബാധിച്ചു. ഞാൻ അങ്ങനെ പുറത്തു പോലോ, ശരിക്കും ഇത് സീരിയസ്ലി ഞാനങ്ങനെ പറയുന്നതാണ്, ഞാൻ പുറത്ത് പോലെ അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ തന്നെ ഞാൻ മാസ്ക് ഇട്ടിട്ടാണ് പോവുക. എനിക്കൊരു എന്തെങ്കിലും ഒരു സാധനം യൂസ് ചെയ്യാൻ തന്നെ എനിക്ക് പേടിയായി പോയി, ഇത് കൂടുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അപ്പോൾ ആ ഒരു 7th സ്റ്റാൻഡേർഡ് തുടങ്ങിയൊരു സംഭവമാണ്. പിന്നെ ഇത് നല്ലോണമായപ്പോൾ ഞാൻ ഡോക്ടറിനെ കാണിക്കാൻ തുടങ്ങി, ഡെർമറ്റോളജിസ്റ്റിനെ തന്നെ കാണിക്കാൻ തുടങ്ങിയവർ കുറേ ഡോക്ടേഴ്സ്, ഞാൻ കാണിച്ച എല്ലാ ഡോക്ടർ എക്സെപ്റ്റ് പറഞ്ഞത് അവരെല്ലാം പറഞ്ഞ 2 മറുപടിയാണ്. ഒന്ന്, ഏജ് പ്രോബ്ലം. ഏജ് ഈ ഒരു വയസ്സിൽ ഇങ്ങനെയൊക്കെ വരുന്നതാണ്. ടീനേജ് ആകുമ്പം പിമ്പിളൊക്കെ ഉണ്ടാവും. അത് ആ ഒരു ഏജ് കഴിയുമ്പോഴത്തേനും ആ ഒരു സംഭവം മാറും, സ്കിന്ന് നല്ല ക്ലിയർ ആവുമെന്നാണ് പറയാറ്. പിന്നെ രണ്ടാമത്തേത് ഹോർമോണൽ ഇംബാലൻസ്. ഈ 2 മറുപടിയാണ് ഞാൻ കാണിച്ച മിക്ക ഡോക്ടറും എനിക്ക് തന്നത്. പിന്നെ എനിക്ക് കുറേ വൈറ്റമിൻ ടാബ്ലറ്റ്സും പിന്നെ ചെറിയ ഓയിൻമെൻറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കുറേ കാലം യൂസ് ചെയ്ത് എനിക്ക് ഒരു റിസൾട്ടും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഒരു 1 ഇയർ വെയിറ്റ് ചെയ്തു. 1 ഇയർ വെയിറ്റ് ചെയ്ത് ഓക്കെ അത് പോകുമോ, അല്ലെങ്കിൽ ഈ ഡോക്ടർ തന്ന ഫേസ് വാഷും അതേപോലെ തന്നെ ഓയിൻമെൻ്റൊക്കെ യൂസ് ചെയ്തു, വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഒക്കെ കഴിച്ചിട്ട് മാറുമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു 1 ഇയർ വെയിറ്റ് ചെയ്തു. എന്നിട്ടും എനിക്കിത് കൂടുന്നതല്ലാതെ കുറയുന്നില്ല സംഭവം. നല്ല രീതിയിൽ കൂടി, ആ പിമ്പിൾസ് നല്ല രീതിയിൽ കൂടി, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ലാസ്റ്റ് ഒരു ഫാമിലി ഫ്രണ്ട് പറഞ്ഞു തന്ന ഒരു ഡോക്ടറെ ഞാൻ മീറ്റ് ചെയ്തു. ആള് ചെന്നൈയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ ഓൺലൈൻ കൺസൾട്ടേഷനാണ് ചെയ്തത്. എന്നോട് എല്ലാ ഡീറ്റെയിൽസും ചോദിച്ചു, എന്താണ് എനിക്ക് വേറെ എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലംസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അലർജി ഉണ്ടോ, എന്തെങ്കിലും ഫുഡ് കഴിക്കുന്നതിലാണോ അത് ശ്രദ്ധിച്ചു നോക്കുക, അല്ലെങ്കിൽ പിന്നെ എൻ്റെ ഏജ്, വെയിറ്റ്, അതേപോലെ തന്നെ എൻ്റെ ശരീരത്തിൽ നടക്കുന്ന എനിക്ക് പറയാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും എന്നോട് ചോദിച്ച് അറിഞ്ഞ് ലാസ്റ്റാണ് എനിക്ക് മരുന്ന് സജസ്റ്റ് ചെയ്തത്. സോ ഞാൻ മരുന്ന് പറഞ്ഞുതരാം. ഇതാണ് ആ മരുന്ന്, ബെൻസോയിൽ പെറോക്സൈഡ്. അപ്പം ഈ ഒരൊറ്റ സാധനം യൂസ് ചെയ്തിട്ടാണ് എൻ്റെ സ്കിന്ന് നല്ലതായി വന്നത്. അപ്പോൾ ഞാൻ കുറേ കാലം ഡോക്ടേഴ്സിനൊക്കെ കാണിച്ച് ലാസ്റ്റ് ഒരു ഡോക്ടർ പറഞ്ഞൊരു മരുന്നാണ് ഇത്. ഞാൻ എന്താ പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല കുറേ കാലം ഞാൻ കാണിച്ചു, എൻ്റെ പ്രതീക്ഷ എല്ലാം പോയി. ഞാൻ അത്രയും ഡൗൺ ആയിരിക്കുന്ന ടൈമിലാണ് ഞാൻ ഈ ഡോക്ടറെ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി എനിക്ക് മരുന്ന് സജസ്റ്റ് ചെയ്തു. ബെൻസാക് ആക്നി ജെൽ 2.5% ബെൻസോയിൽ പെറോക്സൈഡ്, ഈ ഒരു മരുന്ന്. അതേപോലെ ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങി. എന്നോട് പറഞ്ഞിട്ടായിരുന്നത് കുറച്ച് കാലം യൂസ് ചെയ്താലും മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ, ഇത് പെട്ടെന്ന് ഒരു ദിവസം യൂസ് ചെയ്ത് പിറ്റേ ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ ഈ പ്രശ്നങ്ങൾ, അതായത് ഭയങ്കര സെൻസിറ്റീവ് ആവും, സ്കിന്ന് നല്ല രീതിയിൽ സെൻസിറ്റീവ് ആവും, ഡ്രൈ ആവും, അതേപോലെ തന്നെ ഭയങ്കര റെഡിഷ്, നമ്മളിപ്പോൾ വെയിലത്തൊക്കെ പോയാൽ നല്ല രീതിയിൽ മുഖം ഭയങ്കര ചുവപ്പ് കളറായിട്ട് റെഡിഷായിട്ട് വരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നം. അതായത് ഒന്ന് സെൻസിറ്റീവ്, അതേപോലെ തന്നെ മുഖം നല്ല രീതിയിൽ സൺലൈറ്റൊക്കെ നല്ല രീതിയിൽ കൊണ്ട് നല്ല രീതിയിൽ റെഡിഷ് ആവും, അതേപോലെ തന്നെ
ഡ്രൈ ആവും. അപ്പോൾ എന്നോട് ഇതിനൊക്കെ അതിന് നേരിടാൻ വേണ്ടി, അതായത് സൺസ്ക്രീൻ നല്ല ബ്രാൻഡിൻ്റെ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡ്രൈ ആവുന്നതിൽ നല്ല സെറ്റാഫിലോ സെറാവി പോലത്തെ ബ്രാൻഡിൻ്റെ നല്ല മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ വെയിലത്തൊക്കെ ആ ഒരു ടൈം ഇത് യൂസ് ചെയ്യുന്ന സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ അധികം വെയിലത്ത് പോകുന്നതൊക്കെ ഒഴിവാക്കുക, പോകുന്നുണ്ടെങ്കിൽ തന്നെ നല്ല രീതിയിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യാം. അപ്പം ഞാനത് പറഞ്ഞ പോലെ തന്നെ എല്ലാം ഞാൻ ചെയ്തു. പിന്നെ ഇത് എന്നോട് അപ്ലൈ ചെയ്യാൻ പറഞ്ഞത് രാത്രി കിടക്കുന്നതിന് മുൻപ്, അതായത് ഒരു ദിവസം രാത്രി കിടക്കുന്നതിന് മുൻപാണ് എന്നോട് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത്, ഒരു നേരം മാത്രം. അത് യൂസ് ചെയ്ത് ഒരു 2 weeks ആകുമ്പോഴത്തേനും എനിക്ക് കുറച്ച് ഡിഫറൻസ് തോന്നിയിട്ടുണ്ടായിരുന്നു. അതായത് പിമ്പിൾസ് ആകെ കുറഞ്ഞു എന്നല്ല, ബട്ട് ഒരു 2-3 കുറഞ്ഞ രീതിയിൽ, ബാക്കി കുരുവൊക്കെ അമർന്ന മാതിരി, അങ്ങനെ പൊന്തി നിൽക്കുന്ന കുരല്ലാതെ, വലിയ കുരല്ലാതെ കുഞ്ഞതൊക്കെ ഉണ്ട്, എന്നാലും കുറച്ച് കുറഞ്ഞ രീതിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഒരു 3 months ആകുമ്പോഴത്തേനും എൻ്റെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ലോണം ഉണ്ടായതാണ്. ഞാൻ പിക്ചർ കാണിച്ചു തരാം കേട്ടോ. പിക്ചർ ഞാനിവിടെ കാണിക്കാം. നല്ല രീതിയിൽ പിമ്പിൾസ് ഉണ്ടായിരുന്നതാണ്. അത് പോയിട്ട് കുറച്ചൊക്കെ ലെവലായി തുടങ്ങിയത് ആ ഒരു 3 months ആകുമ്പോഴത്തേനും ആണ്. അപ്പോൾ പിന്നെ അത് യൂസ് ചെയ്യാൻ തുടങ്ങി. കുറച്ചു കാലം ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ എന്നോട് ഡോക്ടർ ബോഡി ആക്നി ഉണ്ടെങ്കിൽ യൂസ് ചെയ്യേണ്ട ബോഡി വാഷും അതേപോലെ തന്നെ സൺസ്ക്രീനും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ഇത് കുറേ മുന്നേ ഉള്ളതാണ്. അതായത് എൻ്റെ സ്കിന്ന് ആദ്യമുള്ള ടൈമിലാണ്. അപ്പോൾ എൻ്റെ ആ സംഭവം ഇല്ല. അതായത് ബോഡി ലോഷൻ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. എനിക്ക് ബോഡി ലോഷനല്ല, ബോഡി വാഷ്. എനിക്ക് ബോഡി ആക്നി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഓർമ്മയില്ല. അത് എൻ്റെ കയ്യിലിതാ. ഞാനിത് കറങ്ങി അല്ല, അന്നേരം ഇപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇത്. അപ്പോൾ നാട്ടിൽ ഇതിൻ്റെ ചെറിയ ട്യൂബിന് എത്ര ml എനിക്ക് അറിയില്ല, ബട്ട് ചെറിയ ട്യൂബിന് തന്നെ 400 something ആണ് ഉള്ളത്. ഇത് പിന്നെ ഞാൻ ദുബായിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അവിടെ എത്രയോ 35-40 dirhams ആണ് ഉണ്ടായിരുന്നത്. ഇവിടെ 400 something എത്രയാണ്. അപ്പോൾ പിന്നെ ഞാനത് യൂസ് ചെയ്തു. ബോഡി ആക്നി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആകെ ഫേസിൽ ഈ ഒരു ക്രീം ഓയിൻമെൻറ്റ് രാത്രി തടും, അതേപോലെ തന്നെ രാവിലെ വൈകുന്നേരം നല്ല രീതിയിൽ ഫേസ് വാഷ് ചെയ്യും, മോയ്സ്ചറൈസ് ചെയ്യും. ഇതാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 6 months ഞാൻ ചെയ്തു. 3 months ആകുമ്പോഴത്തേനും എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് യൂസ് ചെയ്ത് പിന്നെ എനിക്കത് കുറഞ്ഞു വന്നപ്പോൾ ഞാനിതിൻ്റെ യൂസേജ് കുറച്ചു. അതായത് ഇപ്പം ഇന്ന് ഞാൻ ഈ മരുന്ന് യൂസ് ചെയ്താൽ പിറ്റേന്ന്, അതായത് നാളെ ഞാൻ യൂസ് ചെയ്യില്ല, നാളെ രാത്രി ഞാൻ യൂസ് ചെയ്തില്ല, പിന്നെ വീണ്ടും മറ്റന്നാൾ ഞാനത് യൂസ് ചെയ്യും. അതായത് ഒരു ദിവസം ഇടവേള ഇട്ടിട്ടാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായത്. അങ്ങനെ ഞാൻ കുറച്ചു കാലം അത് യൂസ് ചെയ്തു. നമുക്ക് എപ്പോഴും ഒരു മരുന്നിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ലൈഫിലൊന്നും നമുക്ക് നിൽക്കാൻ പറ്റില്ല. അതേപോലെ എപ്പോഴും നമ്മൾ യൂസ് ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ ആ മരുന്ന് എഫക്റ്റ് തരില്ല നമ്മളെ ഫേസിനത്. ഇപ്പം എന്ത് സാധനമായാലും കുറേ കാലം നമ്മൾ ആ സാധനം യൂസ് ചെയ്താലും നമ്മുടെ ഫേസിനത് എഫക്റ്റ് ചെയ്യില്ല ലാസ്റ്റ്. അപ്പം അതിൻ്റെ യൂസേജ് ഞാൻ കുറച്ച് കൊണ്ടുവന്നു. പിന്നെ ഞാൻ 2 days ഇടവേളിട്ടിട്ട് ഈ ഓയിൻമെൻറ്റ് തേക്കാൻ തുടങ്ങി. അപ്പം ഇങ്ങനെ ഇപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. പിമ്പിൾസ് ഒക്കെ വരുന്ന ടൈമിൽ ഞാനത് യൂസ് ചെയ്യും 2 days ഇടവേളയിട്ടിട്ട്. പിന്നെ ഒരു കാര്യം, നമുക്കൊരു മെഡിസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാത്രം നമുക്ക് ലൈഫിലോ നിൽക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. എന്നോട് നല്ല വലിയ പിമ്പിൾസ് വരുമ്പോൾ, അതായത് വലിയ പിമ്പിൾസ് ഒക്കെ ഉണ്ടാവില്ല, ഭയങ്കര ഇതായിട്ട് നിൽക്കുന്ന പിമ്പിൾസ്, അങ്ങനത്തെ പിമ്പിൾസ് വരുമ്പം എനിക്കൊരു മെഡിസിൻ, ഒരു ഗുളിക തന്നിട്ടുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അത് ആൻറ്റിബയോട്ടിക് ആണ്. അപ്പോൾ ഞാനത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ദുബായിലുള്ള ടൈം എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ എനിക്ക് നല്ല ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആൻറ്റിബയോട്ടിക് കഴിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ മരുന്ന് ആദ്യം യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് നോക്കിയിട്ട് മാത്രം ആ മെഡിസിൻ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഇതുകൊണ്ട് തന്നെ എൻ്റെ പിമ്പിൾസ് ഒക്കെ കുറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആ മെഡിസിൻ വാങ്ങിച്ചില്ല. ആൻറ്റിബയോട്ടിക് ആയതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. അപ്പം അങ്ങനെയായിരുന്നു അതുണ്ടായിരുന്നത്. അപ്പോൾ പറഞ്ഞ പോലെ ഫുഡ് അത്യാവശ്യം കൺട്രോൾ ചെയ്യുക. അതേപോലെ ഞാൻ ഈ മെഡിസിൻ യൂസ് ചെയ്യുന്ന, ഈ ഓയിൻമെൻറ്റ് യൂസ് ചെയ്യുന്ന ടൈമിൽ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രീമൊന്നും അധികം യൂസ് ചെയ്യരുത്. ക്രീം അതേപോലെ തന്നെ എന്തായാലും യൂസ് ചെയ്യരുത്, മേക്കപ്പ് പ്രോഡക്ട്സ് യൂസ് ചെയ്യരുത്. നമുക്ക് മോയ്സ്ചറൈസറും സൺസ്ക്രീമും മാത്രം യൂസ് ചെയ്യുക. അത് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. കുറച്ച് കാലത്തേക്ക് ആക്നി മാറുന്നവരെ അത് മാത്രം യൂസ് ചെയ്താൽ മതി എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ കുറേ പ്രോഡക്ട്സ് ഒന്നും യൂസ് ചെയ്യില്ല. ആപ്പിൾ മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉള്ളപ്പോഴാണ് മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ കുറേ കാലം അത് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ
ഫുഡ് അത്യാവശ്യം കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഇതേപോലെ ഓയിലി ഫുഡ്സും ജങ്ക് ഫുഡ്സും ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നാൽ നോർമലി നമുക്ക് കുരുക്കൾ വരും. അതായത് ഈ ഓയിലി ഫുഡ്സ്, ജങ്ക് ഫുഡ്സ്, ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഡെയിലി നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നാൽ എപ്പോഴും സ്കിന്നിൽ ആക്നി ഒക്കെ വരുന്നവരാണെങ്കിൽ, ആക്നി ഉള്ള പേഴ്സൺ ആണെങ്കിൽ ഇതൊക്കെ കുറച്ച് കുറയ്ക്കുക. ഞാൻ അന്നേരം ഇത് ഓയിൻമെൻറ്റ് എടുക്കുന്ന ടൈമിൽ, ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഞാൻ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ശരിക്കും വിഷമം വരും. നോൺ വെജും ഓയിലി ഫുഡ്സൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് വിഷമം വരും. ഞാനല്ലേ മറ്റുള്ളവർ കഴിക്കുമ്പോൾ. അപ്പം ഞാൻ എൻ്റെ ഒരു കോൺഫിഡൻസിനെ അത് ബാധിക്കുന്നുള്ളതുകൊണ്ട് ഞാനത് കംപ്ലീറ്റ് നിർത്തി. ചോറേക്കാൻ വൈറ്റമിൻസ് ഉള്ള ഫുഡ് കഴിക്കാം. വൈറ്റമിൻ ടാബ്ലറ്റ്സ് എടുക്കണമെന്നൊന്നുമില്ല. ലൈക്ക് ഡോക്ടർ പറഞ്ഞാൽ മാത്രം ടാബ്ലറ്റ് എടുക്കാം. അല്ലാതെ ഫുഡിൽ തന്നെ വൈറ്റമിൻ ഉള്ള സാധനങ്ങൾ കഴിക്കുക. അതേപോലെ തന്നെ എല്ലാ ഭക്ഷണം, ചീര, അങ്ങനെയുള്ള സാധനങ്ങൾക്ക് കഴിക്കാം. ഞാനതായിരുന്നു ഇപ്പോൾ ദുബായിലുള്ള ടൈമാണ് ഞാൻ ഇത് യൂസ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഞാൻ അവിടുന്ന് സാലഡ് മാത്രമാണ് എൻ്റെ ഫുഡ്. കുക്കുംബർ, ക്യാരറ്റ്, മറ്റേ ലെറ്റ്യൂസ്, ഇതൊക്കെയായിരുന്നു ഞാൻ അധികം കഴിക്കുക. കാരണം എനിക്കത് കൺട്രോൾ ചെയ്തേ പറ്റുള്ളൂ. അല്ലാതെ ഓയിലി ഫുഡ്സും, ഞാൻ ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ടൈമിൽ തന്നെ ഓയിലി ഫുഡ്സും കഴിച്ചാൽ ഒന്നും എവിടെ എത്താൻ പോകില്ല. അതുകൊണ്ട് ഞാൻ കടിച്ചു പിടിച്ച് ഞാൻ കൺട്രോൾ ചെയ്തു. എൻ്റെ ഫുഡ് ഐറ്റംസ്, ഞാൻ എൻ്റെ റുട്ടീനും കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റി. ഫുഡ് ഐറ്റംസും കഴിക്കുന്നതൊക്കെ ഞാൻ മാറ്റി. സ്വീറ്റൊന്നും ഞാൻ കുറേ സ്വീറ്റ് ഐറ്റംസ്, സ്നാക്സൊക്കെ എടുക്കുന്നതൊക്കെ ഞാൻ നിർത്തി വെച്ചു. കുറച്ച് കുക്കുംബർ കഴിക്കും, അത് സാലഡാക്കിയിട്ട്, ലെറ്റ്യൂസ് സാലഡാക്കി അങ്ങനെ കഴിക്കലാണ് ഞാൻ കൂടുതലും. ഐ ആം സോ ഗ്രേറ്റ്ഫുൾ. ഞാൻ അത്രയും പ്രാർത്ഥിച്ചിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയ ഒരു ഓയിൻമെൻ്റാണ് ഇത് കാരണമാണ് എൻ്റെ കോൺഫിഡൻസ് കുറച്ചെങ്കിലും ഒന്ന് ഹൈ ആയത്. ഞാൻ പറയില്ല, ആദ്യമൊക്കെ എനിക്ക് ആൾക്കാർ ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് നല്ല വിഷമം ഉണ്ടാകുമായിരുന്നു. ഞാൻ മാസ്ക് ഇട്ടിട്ടൊക്കെയാണ് പുറത്ത് പോവില്ല. അത്രയൊക്കെ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു, ഫുള്ള് സ്പ്രെഡായിട്ട്. ഞാൻ എത്ര തവണ ഇത് കയറിയിട്ടുണ്ടെന്ന് അറിയാം. അപ്പം ഇപ്പോൾ എനിക്ക് പുറത്തുള്ളൊരു ആൾ ഇതേപോലെ ആക്നിയും പ്രശ്നം അവർ ഫേസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും. എന്നോട് എന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ കണ്ടിട്ട് എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, എന്താണ് നീ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞാനത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവർക്കും എന്നിട്ട് ക്ലിയർ ആയിട്ടുണ്ട്. അതാണ്, അവർക്കും ആ പ്രശ്നം എന്നിട്ട് ക്ലിയർ ആയിട്ടുണ്ട്, ആക്നി. അപ്പോൾ എനിക്കിപ്പോഴും പുറത്തുള്ള ഒരാളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. അവർ ഫേസ് ചെയ്യുന്ന ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ശരിക്കും മനസ്സിലാവും എന്താണെന്നുള്ളത്. അതിപ്പം നല്ല ഭംഗിയുള്ള, നല്ല ആക്നി ഒന്നും ഇല്ലാത്ത, നല്ല സുന്ദരിയായിട്ടുള്ള ആൾക്കാർ അവർക്കത് പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല. അപ്പോൾ നമുക്കൊരു പ്രശ്നം വരുമ്പോഴാണല്ലോ നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റാം. അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് നല്ല ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. സോ ഇതാണ് ആ സാധനം, ബെൻസോയിൽ പെറോക്സൈഡ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ആക്നി ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും നിങ്ങൾ, ഇപ്പം ഞാൻ പറയുന്നത് കൂട്ടണ്ട, ജസ്റ്റ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. ബട്ട് ഞാൻ പറയാം, 100% ഞാൻ ഗ്യാരണ്ടി തരാം, ഇറ്റ്സ് ദാറ്റ് മച്ച് യൂസ്ഫുൾ. അത്രയ്ക്ക് അടിപൊളിയാണ്, അത്രയ്ക്ക് യൂസ്ഫുൾ ആണ്. നിങ്ങൾക്കത് യൂസ് ചെയ്തിട്ടൊരു റിഗ്രറ്റ് വരുമെന്ന് തോന്നില്ല. അതേപോലെ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് യൂസ് ചെയ്യുക, പിമ്പിൾ ഉള്ളിടത്ത് മാത്രം യൂസ് ചെയ്യും. ഞാൻ പറഞ്ഞില്ല, സെൻസിറ്റീവ് ആണ്. സ്കിന്നിന് പൊള്ളി പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പൊള്ളാൻ മീൻസ് അങ്ങനെ പോലല്ല, സ്കിന്ന് നമ്മൾ ഫസ്റ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത്, പാച്ച് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് യൂസ് ചെയ്യാം. പിമ്പിൾ വരുന്ന സ്ഥലത്ത് മാത്രം യൂസ് ചെയ്യാം. അല്ലാതെ ഫസ്റ്റ് തന്നെ ഇത് മൊത്തം മോയ്സ്ചറൈസർ തരുന്ന മാതിരി ഫുള്ള് ക്രീമായിട്ട് തിരിച്ചു കൊടുക്കാൻ നിൽക്കരുത്. കുറച്ചായിട്ട് യൂസ് ചെയ്താൽ മതി. നമുക്ക് ഇത് ആക്നി ഉള്ളവരാണ്, യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടെങ്കിൽ, അതേപോലെ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.